ഹലോ ചിൽഡ്രൻ, ഇത് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഇതുപോലുള്ള ചോദ്യങ്ങൾ JEE എക്സാമിനേഷൻസിലാണ് ചോദിക്കുന്നത്. പക്ഷേ ഇതൊരു 10th ബോർഡ് എക്സാമിനേഷൻ്റെ ചോദ്യങ്ങളാണ്. ഇപ്പോൾ 10th ബോർഡ് എക്സാമിനേഷനിലും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യേണ്ട ഒരു പ്രത്യേക രീതിയുണ്ട്. ഇതിൻ്റെ 4 ഓപ്ഷൻസ് നമ്മൾ ആദ്യം ഒന്ന് വായിച്ച് നോക്കുക. Statement 1 is true, statement 2 is true, statement 2 is a correct explanation of statement 1. അതാണ് ആദ്യത്തെ ഓപ്ഷൻ. Statement 1 is true, statement 2 is true, statement 2 is not the correct explanation of statement 1. ഓപ്ഷൻ ബി. അടുത്ത ഓപ്ഷൻ പറയുന്ന നോക്കുക. Statement 1 is true, statement 2 is false. ലാസ്റ്റ് ഓപ്ഷൻ statement 1 is false, statement 2 is true. ഈ 4 ഓപ്ഷൻസ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം 2 സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആകുന്ന ഒരു കേസില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിൽ നേരെ ഓപ്ഷനിലേക്ക് എത്താം. അപ്പോൾ സപ്പോസ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് ആണെന്ന് വിചാരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് ആണെങ്കിൽ ഡി ഓപ്ഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ് ഫോൾസ് എങ്കിൽ സി ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓപ്ഷൻ ആയി കഴിഞ്ഞു. ഇനി രണ്ടും ട്രൂ ആണെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആദ്യം തന്നിരിക്കുന്ന അസേർഷനാണ്, രണ്ടാമത് തന്നിരിക്കുന്ന റീസൺ ആണ്. പക്ഷെ നമ്മൾ ആദ്യം വായിക്കേണ്ടത് റീസൺ പാർട്ടായിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വേണം അസേർഷനിലേക്ക് പോകാൻ. എന്തുകൊണ്ട്? ഈ റീസൺ പാർട്ടിൽ ഒന്നുകിൽ ഒരു ഫോർമുല ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മെത്തേഡായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും അത് ശരിയാണോ അല്ലേ എന്നുള്ളത്. എന്നിട്ട് വേണം അസേർഷൻ പാർട്ടിലേക്ക് പോകേണ്ടത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് വന്നേ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2 തന്നെ ആദ്യം വായിക്കാം. റീസൺ പാർട്ട്. ഹൈപ്പോട്ടന്യൂസ് ഈസ് ദ ലോങ്കസ്റ്റ് സൈഡ് ഓഫ് എനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇൻ എനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ശരിയാണെന്ന് നോക്കിക്കുക. അത് ശരിയല്ലേ? നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചെറിയ ക്ലാസ്സസ് മുതൽ പഠിക്കുന്ന കാര്യമാണ്. ഹൈപ്പോട്ടന്യൂസ് ഈസ് ദ ലോങ്കസ്റ്റ് സൈഡ്. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈ പറയുന്ന സൈഡാണല്ലോ ഹൈപ്പോട്ടന്യൂസ്. ഇത് എപ്പോഴും ദ ലോങ്കസ്റ്റ് സൈഡാണ്, നോ ഡൗട്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ഈസ് ദ ലോങ്കസ്റ്റ് സൈഡ് ഇൻ എനി റൈറ്റ് ട്രയാങ്കിൾ ശരിയാണ്. അപ്പോൾ റീസൺ പാർട്ട് കറക്റ്റാണ്. റീസൺ പാർട്ട് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ചില ഓപ്ഷൻസ് മനസ്സിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതോ ഒരു ഓപ്ഷൻ നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് 2 ഫോൾസ് ആണെന്ന് പറയുന്നത് തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്. അപ്പോൾ സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല. അപ്പോൾ ഒന്നുകിൽ എ, അല്ലെങ്കിൽ ബി, അല്ലെങ്കിൽ ഡി ആകാനാണ് സാധ്യത. ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1ലേക്ക് വരാം. അസേർഷൻ പാർട്ട് എന്താ പറയുന്നത്? ഫോർ എനി അക്യൂട്ട് ആംഗിൾ തീറ്റ, ഞാനിവിടെ അക്യൂട്ട് ആംഗിൾ തീറ്റ എടുത്തു. ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ കനോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. അത് ശരിയാണോ അല്ലേന്ന് എങ്ങനെ അറിയുന്നത്? നോക്കൂ, സൈൻ തീറ്റ ബൈ ഡെഫിനിഷൻ എന്താ പറയുന്നത്? സൈൻ തീറ്റ ഈസ് ഡിഫൈൻഡ് ആസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആണ്. ഇതിലെ ഡിനോമിനേറ്റർ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ലാർജസ്റ്റ് സൈഡാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാളും വലുതാണ്. എങ്കിൽ ഈ പറയുന്ന ഫ്രാക്ഷൻ ഡെഫിനറ്റ്ലി ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം എന്താ? ന്യൂമറേറ്റർ ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ, സേ 2/3 എന്നോ 1/5 എന്നോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ന്യൂമറേറ്റർ ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണെങ്കിൽ ആ ഫ്രാക്ഷൻ ലെസ് ദാൻ 1 അല്ലേ? അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെന്ന് പറയുന്നത് ശരിയാണ്. ഫോർ എനി അക്യൂട്ട് ആംഗിൾ തീറ്റ ദ വാല്യൂ ഓഫ് സൈൻ തീറ്റ കൻ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. നമ്മുടെ ഇനി ഓപ്ഷനിലേക്ക് വരാം. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2ഉം കറക്റ്റാണ്. അപ്പോൾ ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി അല്ലേ നമ്മുടെ ഓപ്ഷൻ. ഇനി എ ഓപ്ഷൻ പറയുന്നത് എന്താണ്? 1ഉം ട്രൂ ആണ്, 2ഉം ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. അതായത് സ്റ്റേറ്റ്മെൻറ്റ് 1 നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് 2ൽ നിന്ന് പറഞ്ഞതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇവിടെ? യെസ്, പറയാൻ പറ്റുമല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. സോ വാട്ട് ഈസ് യുവർ ആൻസർ ടു ദിസ്? ദി ആൻസർ ഈസ് എ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് അസേർഷൻ റീസൺ ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. റീസൺ പാർട്ട് വേണം ആദ്യം വായിക്കേണ്ടത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് അനലൈസ് ചെയ്യുക. ആൻഡ് ദെൻ യു ഗോ ടു ദ അസേർഷൻ പാർട്ട്. ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ.
Okay, thank you, children.